ഹായ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിതിനെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് പടവലങ്ങ, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, പച്ചക്കായ, ചേന, കുമ്പളങ്ങ, പയറ്, മുരിങ്ങയ്ക്ക ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എത്ര അവിയൽ വേണം അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ പച്ചക്കറികളുടെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പക്ഷേ നമ്മുടെ പച്ചക്കായ, ചേന, മുരിങ്ങയ്ക്കായ ഇതൊക്കെ നമുക്ക് അവിയലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വെജിറ്റബിൾസാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ നീളത്തിൽ ഫിംഗർ പോലെയാണ് അവിയലിന് അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് റെഡിയാണ്. നമുക്കതിലേക്ക് ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഒരു 1/4 കപ്പ് വെള്ളം ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കാം. നിങ്ങൾ യു എയിലോ അങ്ങനെ മിഡിൽ ഈസ്റ്റിലോ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന തൈരിന് ഒട്ടും പുളി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ പുളിയുടെ വെള്ളം, തിക്കായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം പച്ചക്കറിയിൽ. ഇനി നമുക്ക് അവിയലിനുള്ള തേങ്ങ റെഡിയാക്കാം. നമ്മുടെ ചേച്ചി ഒരു തേങ്ങയെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കൊരു ഫുൾ തേങ്ങ വേണം ഇതിന്. തേങ്ങയൊക്കെ ചിരവിയെടുത്ത് ഇവിടെ തേങ്ങയിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 to 1/4 ടീസ്പൂൺ വരെ എടുക്കാം. പച്ചമുളക്, നമ്മുടെ 4-5 പച്ചമുളക് എടുത്തല്ലോ, നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിടാം. ഒരു 1/4 to 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, കടുക് 1 ടീസ്പൂൺ. കടുക് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കത് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം. പിന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി. നമ്മുടെ ഇഞ്ചി കുറച്ചൊരു സ്മെല്ലൊക്കെ കുറഞ്ഞ ഇഞ്ചിയായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ 1 കപ്പ് തൈര് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ തേങ്ങ വല്ലാതെ പേസ്റ്റ് ആവണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ റെഡിയാണ്. ഒരു ഒതുക്കിയ തേങ്ങയാണിത്. നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തു. നമ്മളതിൻ്റെ മേലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്ത് പതുക്കെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കൊട്ടിയെടുത്ത് കൊടുക്കാം. കാരണം വല്ലാണ്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയൊക്കെ ഉടഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ പുളിയൊക്കെ നോക്കാം. കുറച്ചും കൂടി നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയോളം ഒഴിക്കാം. ചെറിയ കപ്പാണെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ഒഴിക്കാം അതിൻ്റെ മേലെ. വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ. നമ്മൾ ഇതുവരെ എണ്ണയൊന്നും ഉപയോഗിച്ചില്ലല്ലോ, ഇപ്പോഴാണ് എണ്ണ യൂസ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തുള്ളി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈസി ആയിട്ടുള്ള അവിയൽ റെഡിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.